ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവെഴുത്ത് പ്രകാരം പറയുന്നു, അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താനും എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്ന് അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട്, അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ, എന്താവുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം ഉത്തരം പറഞ്ഞു. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരുപാട് കരുതലുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇസ്ഹാക്ക്, അബ്രഹാമിന് ദൈവം ഇസ്ഹാക്കിനെ കൊടുത്തത് തന്നെ ഒരു വലിയ കരുതലാണ്. ആമേൻ. ആ ഇസ്ഹാക്കിനെ ദൈവം കാണിച്ച ദേശത്ത് അബ്രഹാം അവനെ യാഗം കഴിപ്പാനായി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അബ്രഹാമിന്റെ മനസ്സ് എങ്ങനെയൊക്കെ പിടയുന്നുണ്ടെന്ന് ആത്മാവിൽ നമുക്കത് കാണാൻ കഴിയും. കാരണം അവൻ്റെ വാർദ്ധക്യത്തിൽ ദൈവസല്ലി പ്രാർത്ഥിച്ച് ദൈവം കൊടുത്ത ഒരു തലമുറയെ ദൈവം തന്നെ പറയുക, അബ്രഹാമേ, നീ നിനക്ക് വാഗ്ദത്തം തലമുറയെ നീ എനിക്ക് യാഗം കഴിക്കണമെന്ന് പറഞ്ഞ് ദൈവം എന്നെ നിർബന്ധിച്ചപ്പോൾ അബ്രഹാം ഒരു മടിയും കൂടാതെ, ആമേൻ, മറിച്ച് ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ ദൈവത്തിൻ്റെ വാക്ക് ശിരസാൽ വഹിച്ചുകൊണ്ട് അപ്പനും മകനും കൂടെ, ആമേൻ, ബാല്യക്കാരോട് പറയുക, നിങ്ങളും കഴുതയും ഇവിടെ നിൽപ്പിൻ, ഞാനും മകനും പോയി യാഗം കഴിച്ചു മടങ്ങി വരാമെന്നോ. ദൈവമക്കൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. ആമേൻ, ഹല്ലേലൂയ. ആരാണ് ആരാധിക്കാൻ കടന്നു പോകേണ്ടതോ? ആരാണോ ആമേൻ ദൈവത്തെ ആരാധിക്കേണ്ടത്? ആമേൻ, അത് ദൈവഹിതമില്ലാത്തതൊന്നും അത് ദൈവസന്നിധിക്ക് കടന്നു ചെല്ലാതിരിപ്പാൻ തക്കവേണം അബ്രഹാം വളരെ ശ്രദ്ധിച്ചിരുന്നതിൻ്റെ തെളിവാ. ബാല്യക്കാരോട് പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, കഴുതയുമായി നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാനും മകനും പോയി ആരാധിച്ചു മടങ്ങി വരാമെന്നോ. ഒരിക്കലും അബ്രഹാമിന് പറയാൻ കഴിയുന്ന വാക്കാണോ? ഇന്ന് പകൽക്കാലം ഒന്ന് ഓർത്തു നോക്കുക. വളരെ പ്രത്യാശയോട് അബ്രഹാം പിതാവ് വിളിച്ചു പറയാ, ഞാനും മകനും പോയി യാഗം കഴിച്ചു മടങ്ങി വരാ, നിങ്ങളെ ഇവിടെ ഇരിപ്പേൻ. ആമേൻ. അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ടുപോകുന്നത് എന്തിനാ? ആമേൻ, യാഗം കഴിക്കാൻ കൊണ്ടുപോ. ആമേൻ. അബ്രഹാം സാറയോട് പറഞ്ഞിട്ടില്ല, ബാല്യക്കാരോട് പറഞ്ഞിട്ടില്ല, വീട്ടുകാരോട് ആരോടും പറഞ്ഞിട്ടില്ല. ഏകജാതനായ മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്നെന്ന് ഒരു മനുഷ്യന് പോലും പറയാതെ അബ്രഹാം ഇസ്ഹാക്കുമായി കൂട്ടിക്കൊണ്ടു പോവുക. മലയുടെ അടിവാരത്തിൽ വന്നപ്പോഴോ ആമേൻ ആളിൽ വിറകെടുത്ത് ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. ആമേൻ, കത്തിയും തീയും അബ്രഹാം എടുത്തു. അവരിരുവരും ഒരുമിച്ച് യാത്ര ചെയ്ത് മോറിയ മലയിലേക്ക് പോകുന്ന വഴിയിൽ അപ്പനോട് മകനൊരു ചോദ്യം ചോദിക്കുക, അപ്പാ, ആമേൻ, കത്തിയുണ്ട്, തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആമേൻ ആടെവിടെയെന്ന് ചോദിച്ചപ്പോ അബ്രഹാം ആമേൻ ഇസ്ഹാക്കിനോട് മറുപടി പറഞ്ഞു, ആമേൻ, യഹോവ കരുതിക്കൊള്ളും. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി ചെറുത് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവം ഈ പകൽക്കാലമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും നീ നിരാശപ്പെടരുത്. നിന്റെ വിഷയങ്ങളുമായി നീ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നിന്റെ ശിരസിനകത്ത് വലിയൊരു വിറവ് കെട്ടിൻ്റെ ഭാരമുണ്ടെങ്കിലും ആ മല ചുമന്ന് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ഇരുവരോടും കൂടെ ഇരുന്ന് അവരെ നടത്തിയ ഒരു ദൈവമുണ്ട് എന്ന് ഈ പകൽക്കാലം ഒന്ന് ഓർത്തു നോക്കുക. അവൻ കരുതുന്ന ദൈവമല്ലേ? നിനക്ക് വേണ്ടി പരിപാലിക്കുന്നൊരു ദൈവമല്ലേ? ആമേൻ ഹല്ലേലൂയ. ഈ മോറിയ ദേശത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയ പട്ടണത്തിൽ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം ദൈവമക്കൾ ചിന്തിച്ചു നോക്കുക. നിന്റെ വിഷയം എത്ര വലുതാണെങ്കിലും, നിന്റെ വിഷയം അസാധ്യമെന്ന് പലരും പറഞ്ഞതാണെങ്കിലും, ഇവിടം കൊണ്ട് അവസാനിച്ചൊന്ന് പറഞ്ഞതാണെങ്കിലും, സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടാവും.
ഈ പകൽക്കാലം ഒരു ദൈവ പൈതലിന് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാമിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതിയ ദൈവത്തിന്റെ കരുതലോ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ ദൈവം ശക്തനാ. ആ ശക്തനായ ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിച്ച ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആമേൻ. ഈ നിമിഷം അങ്ങോട്ട് കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുക. അത് ഇസാക്കിന് വേണ്ടി മാത്രമല്ല, അവൻ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമാ. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമാ. അല്ലല്ലേ, ഒരു മുൾപ്പടപ്പിനകത്ത ഒരാട്ടുംകുട്ടിയെ അമേൻ ഇസ്ഹാക്കിന് വേണ്ടി ഒരുക്കിയ ഒരു ദൈവം. അമേൻ അബ്രഹാമിന്റെ ഒരു ശോധന ഘട്ടത്തിലൂടെ കടന്നു പോയെങ്കിൽ ആ ശോധനയുടെ നടുവിൽ അബ്രഹാമിനെ വിടുവിച്ചു, അവന്റെ തലമുറ വിടുവിച്ചു. കരുതിയ ദൈവത്തിന്റെ കരുതലോ ഈ പകൽക്കാലം ഒരിക്കൽ കൂടെ നാം തിരിച്ചറിയുവാൻ സകല പ്രിയപ്പെട്ടവരെയും ഈ വചനങ്ങൾ കൊണ്ടോ സർവകൃപാലയ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.